ഉത്തരാഖണ്ഡിലെ കുമയോൺ എന്ന ഡിവിഷനിൽ കലാഅഗർ എന്ന മനോഹരമായ ഒരു ഗ്രാമം. തൻ്റെ കന്നുകാലികളെ സ്വതന്ത്രമായി മേയുവാൻ അനുവദിച്ചതിനു ശേഷം ആ കാലിപ്പയ്യൻ അവൻ്റെ അരികിലായി കണ്ട ഒരു മരച്ചുവട്ടിലേക്ക് വിശ്രമിക്കുന്നതിനായി നടന്നു. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ മരച്ചുവട്ടിൽ പോയത്. എന്നാൽ കന്നുകാലികളുടെ വ്യത്യസ്തമായ രീതിയിലുള്ള കരച്ചിലുകളും പ്രവൃത്തികളും അവനെ വീണ്ടും അവയിലേക്ക് തന്നെ ശ്രദ്ധിക്കുവാൻ നിർബന്ധിതനാക്കി. ഇവയ്ക്കെല്ലാം എന്തുപറ്റി? എന്തിനാണ് ഇവയെല്ലാം ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആ കാലിപ്പയ്യൻ തൻ്റെ കന്നുകാലികളുടെ അടുത്തേക്ക് ചെന്നത്. കന്നുകാലികൾ കുന്നിൻ്റെ ഒരു വശത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപകടം മനസ്സിലായ കാലിപ്പയ്യൻ ആ കുറ്റിക്കാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്നാണ് ആ കുറ്റിക്കാട് പൊട്ടിത്തെറിക്കുന്നത് പോലെ ആ കാലിപ്പയ്യൻ കണ്ടത്. രണ്ടു വശങ്ങളിലേക്ക് മറിയുന്ന ചെടികൾക്കും അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിയുയർന്ന കരിയിലകൾക്കും നടുവിലായി ഘോരമായ ഒരു അലർച്ചയോടെ മൂർച്ചയേറിയ പല്ലുകൾ കാണിച്ചുകൊണ്ട് തൻ്റെ നേരെ ചാടി വരുന്ന ആ ദുഷ്ടമൃഗത്തെ അവൻ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എങ്കിലും ഒരു സ്വാഭാവിക പ്രതികരണം പോലെ അവൻ ഒരു വശത്തേക്ക് ചാടി മാറി. അതൊരു പെൺകടുവയായിരുന്നു. കാലിപ്പയ്യൻ്റെ ആ പ്രവൃത്തി ചാടി വീണ പെൺകടുവയുടെ ലക്ഷ്യം തെറ്റിച്ചിരിക്കുന്നു. എങ്കിലും അവൻ്റെ തോളിൽ വലിയൊരു മുറിവുണ്ടാക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. കടുവ വീണ്ടും കാലിപ്പയ്യൻ്റെ അടുത്തേക്ക് സാവധാനത്തിൽ നടന്നടുക്കുവാൻ തുടങ്ങി. കാലിപ്പയ്യൻ വേദനയോടെ കരയുകയായിരുന്നു. കടുവ തൻ്റെ നേരെ വരുന്നത് അവൻ കണ്ടു. അവൻ പതുക്കെ പുറകിലേക്ക് ഇഴയുവാൻ തുടങ്ങി. കടുവ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വീണ്ടും ആക്രമിക്കാൻ പോകുന്നത് കണ്ട കാലിക്കൂട്ടം ഉറക്കെ കരയുകയും കൊമ്പുകൾ കുടയുകയും ചെയ്തുകൊണ്ട് കടുവയുടെ നേരെ പാഞ്ഞെടുക്കുകയും ആ പെൺകടുവയെ കാലിപ്പയ്യനിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സമയത്തിൻ്റെ ആനുകൂല്യത്തിൽ കാലിപ്പയ്യൻ സാവധാനത്തിൽ എഴുന്നേറ്റ് തനിക്കാവുന്ന രീതിയിൽ മരത്തിലേക്ക് പിടിച്ചു കയറുവാനും തുടങ്ങി. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒരു ചാല് പോലെ വസ്ത്രങ്ങളിലേക്ക് പടരുന്നത് അവൻ അറിയുവാൻ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവനൊരു അലർച്ച കേൾക്കുകയും താൻ താഴേക്ക് പതിക്കുന്നതായും അവൻ അറിഞ്ഞു. നിലത്ത് വീണ കിടപ്പിൽ തന്നെ അവൻ രണ്ടാമത്തെ കടുവയെയും കണ്ടു. അടുത്തേക്ക് വന്ന രണ്ടാമത്തെ കടുവ തൻ്റെ കഴുത്തിൽ കടിമുറുക്കുന്നത് കൂടി അവന് മനസ്സിലായി. ആ കടുവ അവൻ്റെ കഴുത്തിൽ കടിച്ചു കുടഞ്ഞു. കരച്ചിലുകൾ നേർത്ത ശബ്ദങ്ങളാവുകയും പിന്നീട് നിലയ്ക്കുകയും ചെയ്തു. രണ്ടാമത്തെ കടുവയുടെ വരവോടുകൂടി കന്നുകാലികൾ തിരിഞ്ഞോടി. അവ കുന്നിറങ്ങി അപ്രത്യക്ഷരായി. ശേഷം ആ പെൺകടുവ തൻ്റെ ഇരയെയും കടിച്ചെടുത്ത് തൻ്റെ മകനായ കടുവയുടെ കൂടെ കാട്ടിലേക്ക് മറഞ്ഞു. 1925 മുതൽ 1930 വരെ ഉത്തരാഖണ്ഡിലെ കുമയോൺ ഡിവിഷനിൽ കുന്നുകളാലും മരങ്ങളാലും നിറഞ്ഞ ഏകദേശം 1500 സ്ക്വയർ മൈലുകളോളം വരുന്ന പ്രദേശങ്ങളിൽ തങ്ങളുടെ നരവേട്ടകൾ അഴിച്ചുവിട്ട രണ്ട് നരഭോജികളായ കടുവകളുടെയും അവരെ വേട്ടയാടുവാനായി എത്തിയ ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ്റെയും കഥയാണ് ഗാണ്ടാൾഫ് ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. 6 വർഷത്തെ കാലയളവിൽ ഈ കടുവകൾ 64 മനുഷ്യരെയാണ് വകവരുത്തി ഭക്ഷണമാക്കിയത്. ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യപ്പെട്ട കണക്കുകൾ 64 ആണെങ്കിലും പരുക്കുകളോടെ ബാധിക്കപ്പെട്ടവരുടെയും പിന്നീട് മരിച്ചവരുടെയും കണക്കുകൾ ഈ ലിസ്റ്റിൽ വരില്ല. ഇത്രയധികം അപകടകാരികളായ ഈ 2 കടുവകളെ വകവരുത്തുന്നതിനായും അതുവഴി 30ഓളം വരുന്ന ഗ്രാമങ്ങളിലെ മനുഷ്യരെ സംരക്ഷിക്കുന്നതിനായും തയ്യാറായി ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ ചെയ്ത പ്രയത്നങ്ങളെയും അദ്ദേഹം കണ്ട യാതനകളെയും നമുക്ക് ഈ കഥയിലൂടെ കാണുവാനാകും. കൂട്ടത്തിൽ ചൗഗ മാൻ ഈറ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ കടുവകളുടെ മനുഷ്യവേട്ടകളും. വെൽക്കം ടു ഗാണ്ടാൾഫ് ഹോം. സാഹിബ്, താങ്കൾ അകത്തുണ്ടോ? ഞാൻ താങ്കളെ ഒന്ന് കാണുവാനായി വന്നതാണ്. രാവിലെ പ്രഭാതഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജിം കോർബറ്റ് ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാ? എന്തു വേണം? ബംഗ്ലാവിൻ്റെ വാതിൽ തുറന്നു വന്ന കോർബറ്റിനെ നോക്കി ആ വൃദ്ധ തന്നെ സങ്കടം പറയുവാൻ തുടങ്ങി. സാഹിബ്, താങ്കൾ ആ കടുവകളെ വേട്ടയാടുവാൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു വന്നതാണ് ഞാൻ. താങ്കൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം ആ കടുവകൾ എൻ്റെ കൊച്ചുമകനെയും വധിച്ചു. ആ കാലിപ്പയ്യൻ്റെ കാര്യമാണ് ഈ വൃദ്ധ പറയുന്നതെന്ന് കോർബറ്റിന് മനസ്സിലായി. സാഹിബ്, എനിക്ക് ഈ ലോകത്തിൽ ആകെ സ്വന്തമെന്ന് പറയുവാനുണ്ടായിരുന്ന കൊച്ചുമകനെയാണ് അവർ ഇല്ലാതാക്കിയത്.
വൃദ്ധ കരഞ്ഞുകൊണ്ട് തൻ്റെ കൊച്ചുമകൻ്റെ ഓർമ്മകളെല്ലാം കോർബറ്റിനോട് പറയുവാൻ തുടങ്ങി. കോർബറ്റ് അവരെ ആശ്വസിപ്പിച്ചു. സാഹിബ്, എൻ്റെ കൈവശം 3 പോത്തുകളുണ്ട്. ഞാൻ അവയെ താങ്കൾക്ക് തരാം. താങ്കൾ അവയെ ആ കടുവകളെ കൊല്ലുന്നതിനുള്ള കെണിയായി ഉപയോഗിക്കണം. എന്തെന്ന് വെച്ചാൽ എന്നാലാകുന്ന ഒരു സഹായം താങ്കൾക്ക് ആ കടുവകളെ കൊല്ലുവാൻ വേണ്ടി നൽകാനായല്ലോ എന്നെനിക്ക് ആശ്വസിക്കാമല്ലോ. എന്നാൽ കോർബറ്റിന് അതിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ആ 3 പോത്തുകളുടെയും പ്രായം തന്നെയായിരുന്നു പ്രശ്നം. കെണിയായിട്ട് വെക്കുമ്പോൾ പ്രതീക്ഷിച്ച ഫലം കിട്ടില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. എന്നാൽ ഞാൻ നൈനിതാലിൽ നിന്ന് 4 പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് എനിക്ക് അവയെ മതി. നിങ്ങൾ ധൈര്യമായി തിരിച്ചു പോയിക്കോളൂ. എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. വൃദ്ധ പോയതിൻ്റെ പുറകെ കലാഅഗർ ഗ്രാമത്തിൽ നിന്നും കുറച്ചാളുകൾ കോർബറ്റിൻ്റെ അടുത്തെത്തി. ഗ്രാമത്തിൽ നിന്നും 20 മൈൽ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലെ ഒരു വ്യക്തിയെയും അവൻ്റെ ഭാര്യയെയും ആ കടുവകൾ കൊന്നതായി അറിയിച്ചു. 10 ദിവസങ്ങൾക്ക് മുമ്പായതിനാൽ കടുവയെ കാൽപ്പാടുകൾ വെച്ച് പിന്തുടരുവാൻ പ്രയാസമാണെന്ന് കോർബറ്റ് അറിയിച്ചു. എന്നാൽ കടുവ ഇനി പോകുവാൻ സാധ്യതയുള്ള ഡൽക്കാനിയ ഗ്രാമത്തിലേക്ക് കോർബറ്റ് പോകുവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ കോർബറ്റ് ഡൽക്കാനിയ ഗ്രാമം ലക്ഷ്യമാക്കി വനപാതയിലേക്ക് കയറി. 1929 ചൗഗ ടൈഗേഴ്സിനെ കൊല്ലുന്നതിനായി ജിം കോർബറ്റിന് ഉത്തരവ് ലഭിക്കുന്നത്. ആ സമയമായപ്പോഴേക്കും 50-ൽ പരം മനുഷ്യരെയാണ് അവർ ആഹാരമാക്കിയിരുന്നത്. കുമയോൺ ഡിവിഷനിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഓരോ ദിവസങ്ങളും കഴിച്ചുകൂട്ടിയത് മരണഭീതിയിലായിരുന്നു. ഡൽക്കാനിയയിലെ ആളുകൾ കോർബറ്റിന്റെ ആഗമനത്തെ സന്തോഷത്തോടെ തന്നെ വരവേറ്റു. അവരുടെ ആതിഥ്യ മര്യാദകൾ സ്വീകരിക്കുന്നതിനിടയിൽ ഗ്രാമത്തിലെ ഒരാൾ താൻ ആ കടുവകളെ രണ്ടിനെയും കണ്ടു എന്നറിയിച്ചു. അവ രണ്ടും കൂടി ആ മലഞ്ചെരുവിലൂടെ താഴ്വരയിലേക്ക് പോയെന്നും അയാൾ പറഞ്ഞു. കോർബറ്റ് ആ ഗ്രാമീണൻ പറഞ്ഞ ഭാഗത്തേക്ക് വേണ്ട മുൻകരുതലുകളോടെ പതുക്കെ നടന്നുപോയി. ഒരു നരഭോജിയെ നാം കാൽനടയായി വേട്ടയാടുകയാണെങ്കിൽ കാട്ടിലുള്ള കിളികളും മൃഗങ്ങളും കാറ്റും നമുക്കായി ഒരു പ്രാധാന്യമേറിയ ചില സഹായങ്ങൾ നൽകും. അവയുടെ മുന്നറിയിപ്പുകൾ ഒരു വേട്ടക്കാരൻ മനസ്സിലാക്കിയിരിക്കണം. ഒരു കടുവ നരഭോജിയായാൽ അവൻ മനുഷ്യരെ വേട്ടയാടുന്നതും കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതും പോലെ തന്നെയായിരിക്കും. പകൽ മുഴുവൻ ആ താഴ്വരയിലൂടെ നടന്നിട്ടും കോർബറ്റ് ആ കടുവയിൽ ഒന്നിനെ പോലും കണ്ടില്ല. രാത്രിയിൽ അദ്ദേഹം ഒരു മരത്തിൽ അവയ്ക്കായി കാത്തിരുന്നു. എങ്കിലും ഒന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് പകൽ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിവെച്ച് ഒരു പാറയുടെ മുകളിലിരുന്ന് തൻ്റെ നേരെ കൈകൾ വീശുന്ന ഒരു ഗ്രാമവാസിയെ അദ്ദേഹം കണ്ടു. താങ്കളാണോ ആ നരഭോജിയെ കൊല്ലുവാനായിട്ട് വന്ന സാഹിബ്? അതെ, കോർബറ്റ് പറഞ്ഞു. സാഹിബ്, ഇന്നലെ മുതൽ എൻ്റെ ഒരു വെളുത്ത പശുവിനെ കാണാനില്ല. എന്നാൽ ആ മലയിടുക്കിൽ നിന്നും ഇന്നലെ ഞാൻ ആ ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേട്ടിരുന്നു. കോർബറ്റിനു വേണ്ട ശരിയായ വിവരമാണ് അയാൾ അദ്ദേഹത്തിന് നൽകിയത്. കോർബറ്റ് ആ മലയിടുക്ക് ലക്ഷ്യമാക്കി പാഞ്ഞു. സ്ഥലത്തെത്തിയ കോർബറ്റിന് പശുവിനെ കൊന്നതിന് ശേഷം ആ കടുവകൾ അതിനെ വലിച്ചുകൊണ്ട് താഴ്വരയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുവഴി തന്നെ പോകുവാൻ ബുദ്ധിമുട്ടായതിനാൽ അദ്ദേഹം സമാന്തരമായ മറ്റൊരു വഴിയെ താഴ്വരയിലെത്തി. അരയൊപ്പം വളർന്നു നിന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ കോർബറ്റ് നിശബ്ദനായി ഒരു നിഴലിനെ പോലെ നടന്നു. പെട്ടെന്നൊരു 30 യാർഡ് അകലെയായി എന്തോ ഒരു അനക്കം കോർബറ്റ് കണ്ടു. അതെ, ഒരു വെളുത്ത കാലാണത്. അടുത്ത നിമിഷം ഒരു മുരളലും കോർബറ്റ് കേട്ടു. അതവർ തന്നെ. കുറച്ച് നിമിഷങ്ങൾ കോർബറ്റ് അനങ്ങാതെ നിന്നു. എങ്കിലും വീണ്ടും ഒരു മുരൾച്ച കേട്ടില്ല. ഇനിയും അടുത്തേക്ക് പോകുന്നത് ശരിയുമല്ല. എന്തെങ്കിലും രീതിയിൽ ഞാൻ അവയുടെ അടുത്തു ചെന്ന് ഒന്നിനെ കൊന്നെങ്കിലും അടുത്തതൊരു വെല്ലുവിളിയാണ്. കോർബറ്റ് ചുറ്റും നോക്കി. അയാളിൽ നിന്നും ഒരു 20 യാർഡ് അകലെ 15 അടി ഉയരത്തിൽ അയാളൊരു പാറക്കെട്ട് കണ്ടു. എങ്ങനെയെങ്കിലും അവിടെയെത്തി അതിൽ കയറിയാൽ എനിക്ക് കടുവകൾക്ക് നേരെ സുരക്ഷിതമായി വെടിയുതിർക്കുവാൻ സാധിക്കും, അയാൾ മനസ്സിൽ വിചാരിച്ചു. അയാൾ ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ സാവധാനത്തിൽ ചെന്ന് ആ പാറയിൽ വലിഞ്ഞു കയറി. അവിടെ ഇരുന്നപ്പോൾ കോർബറ്റ് ആ 2 കടുവകളെയും വ്യക്തമായി കണ്ടു. 2 കടുവകൾക്കും കാഴ്ചയിൽ ഒരേ വലിപ്പം തന്നെ. ഒരെണ്ണം ആ പശുവിനെ ഭക്ഷിക്കുകയായിരുന്നു. മറ്റേത് അതിൻ്റെ കൈകൾ നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കടുവയ്ക്കാണ് പ്രായമുള്ളതെന്ന് കോർബറ്റിന് തോന്നി. അതിനെ തന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം തോക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു. പ്രായമായ ആ പെൺകടുവയെ അദ്ദേഹം ലക്ഷ്യം വെച്ചു. പിന്നെ കാഞ്ചി വലിച്ചു. വെടികിട്ടിയ കടുവ ഒരായത്തോടെ പുറകോട്ട് മറിഞ്ഞു വീണു. എന്നാൽ രണ്ടാമത്തെ കടുവ പെട്ടെന്ന് തന്നെ മലയിടുക്കിലൂടെ ചാടിയോടി അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കോർബറ്റ് അവിടെ ചത്തുകിടന്ന കടുവയുടെ അടുത്തെത്തി. ഒരു ഞെട്ടലോടെ അയാളത് മനസ്സിലാക്കി.
താൻ കൊന്നിരിക്കുന്നത് ആ പ്രായമായ പെൺകടുവയെ അല്ല. ഒരുപക്ഷെ ഈ ചത്ത കടുവയ്ക്ക് പകരം ആ പ്രായമായവയായിരുന്നു ഞാൻ കൊല്ലേണ്ടിയിരുന്നത്. കാരണം അവളുടെ പ്രായാധിക്യം കാരണം വേട്ടയാടുവാൻ ബുദ്ധിമുട്ടുന്ന അവളെ ഈ ചെറിയ പെൺകടുവ സഹായിച്ചത് മാത്രമേ ഉള്ളൂവെങ്കിലോ. കോർബറ്റ് പിന്നീട് വളരെ വിഷമത്തോടെയാണ് ആ കടുവയുടെ തോലുരിഞ്ഞത്. നേരം രാത്രിയാകുവാൻ പോകുന്നത് കാരണം കോർബറ്റ് അന്ന് അവിടെ തന്നെ തങ്ങി. എന്തൊക്കെയായാലും രാവിലെ കോർബറ്റ് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ 100-ൽ പരം ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അന്നത്തെ ദിവസം അവർ കോർബറ്റിന് നൽകിയ സ്നേഹവാക്കുകളും സ്വീകരണങ്ങളും അദ്ദേഹം എന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ പാകത്തിനുള്ളതായിരുന്നു. തുടർന്നുള്ള 1-2 ദിവസം കോർബറ്റ് തൻ്റെ വസ്ത്രങ്ങളും കടുവാത്തോലും വൃത്തിയാക്കുന്നതിലും മറ്റു നിരീക്ഷണത്തിലൂടെയും കടന്നുപോയി. ഒരു ദിവസം ഗ്രാമത്തിലെ ആളുകൾ കോർബറ്റിനെ ഒരു മലയിടുക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സാഹിബ്, അവിടെ വെച്ചു തന്നെ ഒരു 20 ആളുകളെയെങ്കിലും അവൻ വകവരുത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ തൻ്റെ 4 പോത്തുകളെയും ആ ഭാഗങ്ങളിൽ കെട്ടിയിടാനായി കോർബറ്റ് തീരുമാനിച്ചു. ഏകദേശം 10 ദിവസത്തോളം എല്ലാ ദിവസവും കോർബറ്റ് അവയെ സന്ദർശിച്ചു. എങ്കിലും ഒന്നിനെ തന്നെയും കടുവ കൊന്നിരുന്നില്ല. എന്നാൽ 11-ാം നാൾ ഒരു പോത്ത് ചത്തതായി അറിവ് കിട്ടിയ കോർബറ്റ് തൻ്റെ തോക്കുമായി അവിടെ എത്തി. എന്നാൽ അവിടുത്തെ മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ അതൊരു പുള്ളിപ്പുലിയുടേതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തോട് ആ പുള്ളിപ്പുലി കുറേ വർഷങ്ങളായി തങ്ങളുടെ കാലുകളെയും ആടുകളെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെയും കൊല്ലേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമീണരുടെ നിർബന്ധത്തിന് വഴങ്ങി കോർബറ്റ് അവനെ കൊല്ലുവാൻ തീരുമാനിച്ച് പോത്തിനെ കൊന്നിട്ടതിനടുത്തായുണ്ടായിരുന്ന ഒരു ചെറിയ ഗുഹയിൽ ഇരിപ്പുറപ്പിച്ചു. ഗ്രാമത്തിലെ ആളുകൾ അവരുടെ ദിനചര്യകളിൽ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ പെൺകടുവ എവിടെ നിന്നോ പാഞ്ഞു വന്നത്. അവളെ കണ്ടതും ഗ്രാമത്തിലെ ആളുകൾ നിലവിളിച്ചുകൊണ്ട് ചിതറിയോടി. എന്നാൽ കടുവയുടെ വരവ് കണ്ട് വിറങ്ങലിച്ചു നിന്നുപോയ ഒരു യുവതിയെ കടുവ അടിച്ചു വീണു. ശക്തമായ അടികൊണ്ട യുവതി തെറിച്ചു ദൂരേക്ക് വീണു. എന്നാൽ ഗ്രാമീണരുടെ നിലവിളികളും അലർച്ചകളും കടുവയെ പേടിപ്പിച്ചിരിക്കണം. അവൾ കാട്ടിലേക്ക് തിരിച്ചു കയറി മറഞ്ഞുകളഞ്ഞു. കോർബറ്റ് ഗുഹയിലിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിപ്പുലി മലയിടുക്കിലൂടെ വരുന്നുണ്ടായിരുന്നു. കോർബറ്റ് തന്റെ തോക്ക് തയ്യാറാക്കി പുലിയെ ലക്ഷ്യം വെച്ചിരുന്നപ്പോഴാണ് അടുത്തുള്ള ഒരു കുന്നിൽ നിന്നുകൊണ്ടൊരു ഗ്രാമീണൻ സഹായത്തിനായി തന്നെ വിളിക്കുന്നത് കേൾക്കുന്നത്. എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. കോർബറ്റ് മറ്റൊന്നും ആലോചിക്കാതെ ഗുഹയിൽ നിന്നും പുറത്തു ചാടി. കോർബറ്റിനെ കണ്ട പുള്ളിപ്പുലി ഭയത്തോടെ തിരിഞ്ഞോടി. കോർബറ്റ് വെപ്രാളത്തോടെ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. ഗ്രാമത്തിൽ ചെന്ന് അദ്ദേഹം കണ്ടത് ഒരു കൂട്ടം ആളുകളെയും നടുക്കായി ഒരു പെൺകുട്ടി രക്തത്തിൽ കുളിച്ചിരിക്കുന്നതുമാണ്. അവളുടെ നെറ്റി മുതൽ തലയുടെ പുറകുവരെ കടുവയുടെ നഖങ്ങളാൽ ഉണ്ടായ മുറിവുകളും കഴുത്തും തോളും മറ്റൊരു വലിയ മുറിവുമുണ്ടായിരുന്നു. കാര്യങ്ങൾ ഗ്രാമീണർ വിവരിച്ചു പറഞ്ഞു. കോർബറ്റ് തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് അവളുടെ മുറിവുകൾ തുന്നിവയ്ക്കുകയും തൻ്റെ ഒരു സുഹൃത്ത് നൽകിയ ഒരു മഞ്ഞ ദ്രാവകം ആ മുറിവുകളിൽ പുരട്ടുകയും ചെയ്തു. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം കോർബറ്റ് അവളെ വീണ്ടും സന്ദർശിച്ചു. കടുവയുടെ ആക്രമണത്തിൽ നിന്നും അവൾ അപ്പോഴേക്കും സുഖം പ്രാപിച്ചിരുന്നു. കോർബറ്റിൻ്റെ അന്നത്തെ പ്രവൃത്തി ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഡെൽക്കാനിയിൽ നിന്നും 2 മൈൽ അകലെയുള്ള ലോഹളി എന്ന ഗ്രാമത്തിൽ നിന്നും 4 ഓട്ടക്കാർ കോർബറ്റിനെ വന്ന് കാണുകയുണ്ടായി. അവരിൽ നിന്നും ആ നരഭോജി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയ കോർബറ്റ് ഒട്ടും തന്നെ താമസിക്കാതെ അവരുടെ ഒപ്പം യാത്ര തിരിച്ചു. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും കടന്നുള്ള യാത്രക്കിടയിൽ ദൂരെയായി ഒരു തകർന്ന കുടിൽ കോർബറ്റ് കണ്ടു. അങ്ങോട്ടേക്ക് കൈ ചൂണ്ടി അതെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. സാഹിബ്, 4 വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ നിന്നും വന്ന ഒരു കച്ചവടക്കാരൻ നിർമ്മിച്ച കുടിലാണത്. ആ ശീതകാല സമയത്ത് അയാൾ തൻ്റെ ആടുകളുമൊത്ത് അവിടെ താമസമായിരുന്നു. ഒരു ദിവസം ഒരു ഗ്രാമീണന്റെ കൃഷിയിടത്തിൽ അയാളുടെ ആടുകൾ കടന്നു കയറി അയാളുടെ വിളകൾ ഭക്ഷിക്കുകയുണ്ടായി. ക്ഷുഭിതനായ കർഷകനും കൂട്ടരും അയാളെ തേടിയെത്തിയെങ്കിലും ആ കുടിൽ അനാഥമായിരുന്നു. അപകടമണത ജനങ്ങൾ അയാളെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അവർ കണ്ടെത്തിയത് ഒരു മനുഷ്യന്റെ തലയോട്ടിയും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിരുന്നു. സമീപത്തായി കണ്ട കാൽപ്പാടുകൾ 2 കടുവകളെ പ്രതിയായി മാറ്റുകയും ചെയ്തു. സാഹിബ്, ഇതായിരുന്നു ആ നരഭോജിയുടെ ആദ്യത്തെ വേട്ട. കോർബറ്റ് തിരിച്ചൊന്നും പറഞ്ഞില്ല. 5-6 വീടുകൾ മാത്രമുള്ള ഒരു ഗ്രാമമായിരുന്നു ലോഹലി. കോർബറ്റ് അവിടെ എത്തിയപ്പോൾ ഒരു വീടിന് മുമ്പിൽ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. കോർബറ്റ് വരുന്നത് കണ്ട് അവരിൽ നിന്നും പ്രായമായ ഒരാൾ ഓടിവന്ന് കോർബറ്റിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അലറി കരയുവാൻ തുടങ്ങി.
അയാളുടെ മകളെയാണ് കടുവ ആക്രമിച്ചിരുന്നത്. ഗ്രാമത്തിൽ നിന്നും ഒരു 150 യാർഡ് അകലത്തിൽ ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ നിന്നും വിറകുകൾ ശേഖരിക്കുകയായിരുന്നു ആ യുവതി. കുറച്ചു സമയത്തിന് ശേഷം ഗ്രാമത്തിൽ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ കുന്നിൻ മുകളിൽ നിന്നുള്ള യുവതിയുടെ കരച്ചിൽ കേട്ടു. ആ സ്ത്രീ നോക്കിയപ്പോൾ അവർ കണ്ടത് മലയിടുക്കിലേക്ക് വീഴുന്ന യുവതിയെയും കടുവയെയുമാണ്. ഇത് കണ്ട ആ സ്ത്രീ ഗ്രാമീണരോട് ഈ കാര്യം അറിയിച്ചെങ്കിലും പേടി കാരണം അവർ വീടുകളിൽ കയറി വാതിലടയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവർ കോർബറ്റിനെ വിവരം അറിയിക്കുവാൻ 4 പേരെ ഏൽപ്പിച്ചതിനാലാണ് അദ്ദേഹത്തിനും ഇവിടെ വരുവാനായത്. ആ യുവതി മരിച്ചിരുന്നില്ല. മലയിടുക്കിലേക്ക് വീണ യുവതി കുറച്ചു നേരങ്ങൾക്ക് ശേഷം എങ്ങനെയോ തിരിച്ച് ഗ്രാമത്തിലെത്തുകയാണ് ഉണ്ടായത്. അവളുടെ കഴുത്തിലും തലയിലും ഇടുപ്പിലുമെല്ലാം കടുവ പരിക്കേൽപ്പിച്ചിരുന്നു. സമയം ഇത്രയും ആയതിനാൽ ആ മുറിവുകൾ ഇപ്പോൾ തന്നെ പഴുക്കുവാൻ തുടങ്ങിയിരുന്നു. എങ്കിലും കോർബറ്റ് തൻ്റെ കൈവശമുണ്ടായിരുന്ന ബാക്കി മരുന്നുകൾ ഉപയോഗിച്ച് അവളെ ശുശ്രൂഷിച്ചു. രാത്രിയായപ്പോഴേക്കും കോർബറ്റ് കടുവയുടെ ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. അവിടെ കണ്ടൊരു വലിയ അരയാൽ മരത്തിൽ അദ്ദേഹം കടുവയ്ക്കായി കാത്തിരുന്നു. എന്നാൽ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും ഒന്നും തന്നെ ആ വഴിക്ക് വന്നില്ല. രാവിലെ ആയപ്പോഴേക്കും ആ പെൺകുട്ടി മരിച്ചിരുന്നു. 100-ൽ ഒരാളായിരിക്കും ഒരു നരഭോജി കടുവയുടെ ആക്രമണത്തിൽ സാധാരണയായി രക്ഷപ്പെടുക. എന്നാൽ ചൗഗ നരഭോജിയുടെ കാര്യത്തിൽ ധാരാളം ആളുകൾ പരുക്കുകൾ മൂലം മരിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏകദേശം 50 മൈൽ ദൂരത്തുമായിരുന്നു. ഈ കാരണം കൊണ്ട് നൈനിതാലിൽ കോർബറ്റ് തിരിച്ചു വന്നതിന് ശേഷം സർക്കാരുമായി സംസാരിക്കുകയും ഗ്രാമങ്ങളിലേക്ക് ആവശ്യമായ മരുന്നുകളും ഡ്രസ്സിംഗ് ഐറ്റംസും എത്തിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം ലോഹലി ഗ്രാമത്തിൽ കോർബറ്റ് തങ്ങിയെങ്കിലും കടുവയുടെ സാന്നിധ്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കോർബറ്റ് തിരിച്ച് ഡൽക്കാനിയ ഗ്രാമത്തിലേക്കും തുടർന്ന് നൈനിതാലിലെ തൻ്റെ വസതിയിലേക്കും പോകുവാൻ തീരുമാനിച്ചു. വെളുക്കുന്നതിന് മുമ്പ് തന്നെ കോർബറ്റ് ഡൽക്കാനിയ ഗ്രാമത്തിലെത്തി. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് അദ്ദേഹം അതിരാവിലെ പുറപ്പെടുവാനാണ് പറഞ്ഞത്. ഗ്രാമത്തിലെത്തിയ കോർബറ്റിന് ഒരാഴ്ചയായി കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അറിയുവാൻ സാധിച്ചു. ആ വിവരം അദ്ദേഹത്തെ ജാഗ്രതയിലാക്കുകയും അപ്പോൾ തന്നെ അദ്ദേഹം വനത്തിലേക്ക് കയറുകയും ചെയ്തു. താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ ഇരുവശത്തേക്ക് ചെന്ന കോർബറ്റ് നദിക്കരയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതെ, അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന അതേ വശത്തു നിന്നാണ് അവളും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു അവസരം നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിന് നിരാശ തോന്നി. എങ്കിലും കടുവ എന്നെ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതെങ്കിലോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും അവൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ജാഗരൂകനായ കോർബറ്റ് വളരെ സാധാരണമായി പരിസരം വീക്ഷിക്കുകയും കടുവയെ ആകർഷിക്കുന്നതിനായി ഉച്ചത്തിൽ ചുമയ്ക്കുകയും ചെയ്തു. കോർബറ്റ് അയാളെ തന്നെ ഒരു കെണിയാക്കി മാറ്റുകയായിരുന്നു. അവിടെ കിടന്ന ഉണക്കക്കമ്പുകൾ പെറുക്കിയെടുത്ത് അദ്ദേഹം അവിടെ ഒരു ചെറിയ തീ ഉണ്ടാക്കി. ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയിൽ ചാരിയിരുന്നു കൊണ്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന സിഗരറ്റിന് തീ കൊടുത്തു. ആ വലിയ പാറയിൽ ചാരിയിരുന്നതിനാൽ അദ്ദേഹത്തിന് തൻ്റെ മുൻപിലുള്ള ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. തോക്ക് തയ്യാറാക്കി ഏതു നിമിഷവും ആ നരഭോജിയും പ്രതീക്ഷിച്ച് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് അദ്ദേഹം കുന്നിൻ ചെരുവിൽ നിന്നും കുറച്ച് മനുഷ്യരുടെ സംസാരം കേട്ടു. ശബ്ദം അടുത്തേക്ക് വരുന്നു. തൻ്റെ പുറകെ ലോഹലി ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട സുഹൃത്തുക്കളാണ് അതെന്ന് കോർബറ്റിന് മനസ്സിലായി. കോർബറ്റിന് കടുത്ത നിരാശ തോന്നി. ഒരു തോൽവി കൂടി, അവസാന അവസരം കൂടിയാണിന്ന് നഷ്ടമായത്. ഇനി അവൾ വരുവാൻ സാധ്യത കുറവാണ്. അന്ന് തിരികെ തന്നെ വസതിയിലേക്ക് പോയ കോർബറ്റ് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും നരഭോജി കടുവയുള്ള ഭാഗത്തേക്ക് തിരികെ വന്നത്. ആ മാസങ്ങളിൽ ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിരുന്നു. കോർബറ്റ് ഡൽക്കാനിയയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഗ്രാമത്തിലെ താഴ്വരയിലൂടെ നരഭോജിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു ഗ്രാമീണന്റെ പശുവിനെ കടുവ പിടിച്ചു എന്ന വാർത്ത അറിയുവാനിടയായി. എന്നാൽ കൊല നടന്ന സ്ഥലം പരിശോധിച്ച കോർബറ്റിന് അത് പഴയ ആ പുള്ളിപ്പുലിയാണെന്ന് മനസ്സിലായി. കോർബറ്റ് അന്ന് അവിടെയുള്ളൊരു മരത്തിൽ പതിയിരുന്ന് ആ പുലിയെ വെടിവെച്ചു. ആ പശുവിൻ്റെ ഉടമ ഒരു ചെറിയ ബാലനായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് പുല്ല് ചെത്തുവാനായി പോയ ഈ ബാലൻ്റെ അമ്മയെ നരഭോജി കൊലപ്പെടുത്തി ഭക്ഷിച്ചിരുന്നു. തുടർന്ന് അച്ഛനും മരിക്കുകയുണ്ടായി. ആ പശുവായിരുന്നു അവൻ്റെ ഏക ജീവിതമാർഗം. ആ പശുവിനെയാണ് ഈ പുള്ളിപ്പുലി കൊലപ്പെടുത്തിയത്. പുള്ളിപ്പുലിയെ കൊന്ന വാർത്ത ഗ്രാമങ്ങളിൽ എല്ലായിടത്തും പരന്നിരുന്നു. നണ്ടോർ എന്നൊരു ഗ്രാമത്തിൽ കടുവയെ കണ്ടതായി അറിഞ്ഞ കോർബറ്റ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രമായി 4 പേരെയോളം ഈ ഗ്രാമത്തിൽ നിന്നു തന്നെ ആ നരഭോജി ഇരയാക്കിയിരുന്നു. ഗ്രാമത്തിലെത്തിയ കോർബറ്റിന് കടുവ വീണ്ടും ഒരു കാളയെ പിടിച്ചു എന്ന വാർത്ത കിട്ടി.
കൊല നടന്ന സ്ഥലത്തെത്തിയ കോർബറ്റ് കണ്ടത് ഏതാനും എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ്. കടുവ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന കഴുകന്മാരും കഴിച്ചിരുന്നു. കടുവയുടെ സാമീപ്യം തുടർച്ചയായി ഈ ഗ്രാമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കെണി സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെ കൊല്ലുവാനുള്ള നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇത്, കോർബറ്റ് വിചാരിച്ചു. ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ കോർബറ്റ് ഒരു പോത്തിനെ കൊല നടന്നതിന് 50 യാർഡ് മാറി കെണിയായി കെട്ടുകയും പാറയോട് ചേർന്ന് ഉയരത്തിലായി കണ്ട ഒരു ചെറു ഗുഹയിൽ കാത്തിരിക്കുവാനും തുടങ്ങി. പോത്തിനെ കെട്ടിയിരിക്കുന്നത് 30 യാർഡ് അകലെയാണ്. ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം സുരക്ഷിതനുമാണ്. ഇരുട്ട് ആ താഴ്വരയെ മൂടിയിട്ട് അധിക നേരമായിരുന്നില്ല. പെട്ടെന്ന് പോത്ത് ചാടി എഴുന്നേറ്റ് കോർബറ്റ് ഇരുന്ന വശത്തേക്ക് നോക്കി നിൽക്കുവാൻ തുടങ്ങി. കടുവ വന്നത് കോർബറ്റിന്റെ വശത്തുമായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കോർബറ്റ് കടുവയെ കണ്ടു. അത് കോർബറ്റ് ഇരിക്കുന്നതിന് താഴെയായി പോത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ താൻ കടുവയെ വെടിവെക്കുവാൻ നോക്കിയാൽ കടുവയ്ക്കത് മനസ്സിലാകും. ഒരു ചെറിയ അനക്കം പോലും കടുവ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കും. കോർബറ്റ് കാത്തിരുന്നു. പെട്ടെന്ന് തന്നെ കടുവ പോത്തിന്റെ ശരീരത്തിലേക്ക് ചാടി വീണു. പോത്തിനൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. കടുവ പോത്തിന്റെ കഴുത്തിൽ കടിമുറുക്കി. കടുവ കൊല്ലുന്നത് അതിന്റെ പല്ലുപയോഗിച്ചാണല്ലോ. കോർബറ്റ് ഈ സമയം മുതലെടുത്ത് കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു. കടുവ പോത്തിൽ നിന്നും തെറിച്ചുമാറി ഇരുട്ടിൽ മറഞ്ഞു. ആ വെടിയുടെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. കോർബറ്റ് അവിടെ ടോർച്ച് ലൈറ്റ് തെളിച്ച് പരിശോധിച്ചതിന് ശേഷം തന്റെ റൈഫിൾ റീചാർജ് ചെയ്തു. കടുവ ഇനിയും വരുവാൻ സാധ്യതയുണ്ട്. അയാൾ വീണ്ടും ജാഗരൂകനായി. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കോർബറ്റിന്റെ പ്രതീക്ഷ സത്യമായി. കടുവ വീണ്ടും വന്നിരിക്കുന്നു. അവൻ പോത്തിനെ തന്നെ വീണ്ടും നിരീക്ഷിക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും കടുവയ്ക്കായി ഇരിപ്പ് തുടരുവാൻ സാധിക്കും. എന്നാൽ കോർബറ്റിന് കൃത്യമായ ഒരു അവസരം ലഭിച്ചാൽ അതപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സാവധാനത്തിൽ അദ്ദേഹം കടുവയെ ലക്ഷ്യം വെച്ചു. കണ്ണുകൾ കടുവയെ മാത്രം ലക്ഷ്യമാക്കി വീണ്ടും അദ്ദേഹം കാഞ്ചി വലിച്ചു. കടുവ വീഴും എന്ന് പ്രതീക്ഷിച്ച കോർബറ്റ് കണ്ടത് വെടികൊണ്ട് ചിതറിയ പാറക്കല്ലുകളെയാണ്. 30 യാർഡ് മാത്രം ദൂരം. 2 ഷോട്ടുകളും ഫയർ ചെയ്തത് ആവശ്യമായ വെളിച്ചത്തിൽ. എങ്കിലും രണ്ടും മിസ്സായിരിക്കുന്നു. എന്താണിത്? കോർബറ്റിന് മനസ്സിലായില്ല. നിരാശയോടെ അദ്ദേഹം തന്റെ ക്യാമ്പ് ലക്ഷ്യമാക്കി തിരിച്ചു നടന്നു. ചെന്നു കയറിയതോ ഗ്രാമീണരുടെ ഇടയിലേക്കും. കോർബറ്റ് കാര്യങ്ങൾ നിരാശയോടെ വിവരിച്ചു. രാവിലെ തന്നെ ഗ്രാമത്തിലെ ആളുകൾ കോർബറ്റിനൊപ്പം ആ പോത്ത് കിടന്ന സ്ഥലത്തേക്ക് യാത്രയായി. കോർബറ്റ് ഒട്ടും ഉത്സാഹവാനായിരുന്നില്ല. നോക്കൂ സാഹിബ്, അവിടെ ഒരു കടുവ ചത്തുകിടക്കുന്നു, ഒരു ഗ്രാമീണൻ വിളിച്ചു പറഞ്ഞു. കോർബറ്റിന് അത് വിശ്വസിക്കാനായില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കി. നോക്കൂ സാഹിബ്, ഇവിടെ മറ്റൊരു കടുവയും ചത്തുകിടക്കുന്നു, കുറച്ച് പെണ്ണുങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇന്നലത്തെ 2 ഷോട്ടും ലക്ഷ്യം കണ്ടിരുന്നു. കോർബറ്റ് വേഗത്തിൽ ഒരു കടുവയുടെ അടുത്തെത്തി. തന്റെ തോക്ക് സഹായിയെ ഏൽപ്പിച്ചിട്ട് കോർബറ്റ് കടുവയെ പരിശോധിക്കുവാൻ തുടങ്ങി. അദ്ദേഹം കടുവയുടെ കാലുകളാണ് ആദ്യം പരിശോധിച്ചത്. നരഭോജിയുടെ കാലുകൾക്കുണ്ടായിരുന്ന വ്യത്യസ്തത കാരണമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടലിൽ പറ്റിയതാവണം. എന്നാൽ അതാ, നരഭോജി പെൺകടുവയായിരുന്നില്ല. 60 യാർഡ് അകലെയായിരുന്നു അടുത്ത കടുവ കിടന്നിരുന്നത്. എന്നാൽ അതൊരു ആൺകടുവയായിരുന്നു. കോർബറ്റ് തലേ ദിവസത്തെ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് ക്യാമ്പിലേക്ക് നടന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഈ സമയങ്ങളിൽ കോർബറ്റ് താഴ്വരകളും മലയിടുക്കുകളും കടുവയെ തിരഞ്ഞ് അലഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു കുന്നിൻ മുകളിൽ വെച്ച് വിറകുകൾ ശേഖരിക്കുവാനായി വന്ന ഒരു കൂട്ടം ആളുകളെ കോർബറ്റ് കണ്ടു. കോർബറ്റിനെ കണ്ടപ്പോൾ അവരിൽ നിന്നും ഒരു വൃദ്ധൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. സാഹിബ്, താങ്കൾ ആ കടുവയെ കൊല്ലുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എങ്കിലും കുറച്ചു നേരത്തെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. കോർബറ്റ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. സാഹിബ്, ആ കാണുന്ന താഴ്വാരത്ത് വെച്ച് കഴിഞ്ഞ മാസം എൻ്റെ മകനെ അവൾ കൊന്നുകളഞ്ഞു. ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. അവൻ എൻ്റെ ഒരേ ഒരു മകനായിരുന്നു. കോർബറ്റ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിനിത് ശീലമായിരിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം വൃദ്ധന്റെ മകനെ കടുവ പിടിച്ച സ്ഥലത്ത് ഒരു പോത്തിനെ കെണിയായി കെട്ടി നിർത്തി. അവളെ കൊല്ലുവാനുള്ള ഒരു സന്ദർഭം പോലും പാഴാക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 2 സഹായികളുമായി അദ്ദേഹം പോത്തിന്റെ അടുത്തുള്ള ഒരു പാറയിലിരുന്ന് പരിസരം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരാളോട് പോത്തിന് പുല്ല് ചെത്തുവാൻ അദ്ദേഹം പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന മാധോ സിംഗ് എന്നയാളോട് ഒരു മരത്തിൽ കയറി ഉറക്കെ ശബ്ദമുണ്ടാക്കുവാൻ കോർബറ്റ് ആവശ്യപ്പെട്ടു. കടുവയെ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. സമയം അധികം കടന്നില്ല. അവൾ അവിടേക്ക് എത്തുന്നതിന്റെ സൂചനകൾ ആ കാട് തന്നെ കോർബറ്റിന് പറഞ്ഞുകൊടുത്തു.
പുല്ല് ചെത്തിക്കൊണ്ടിരുന്ന ആളോട് ഒരു മരത്തിലേക്ക് കയറുവാൻ കോർബറ്റ് ആംഗ്യത്തിലൂടെ ആവശ്യപ്പെട്ടു. മാധവ് സിംഗിനോട് നിശബ്ദനാകുവാനും. തീർച്ചയായും അവൾ വന്നത് മാധവ് സിംഗ് ഉണ്ടാക്കിയ ശബ്ദം മൂലമായിരുന്നു. കോർബറ്റ് പാറയ്ക്കിടയിലൂടെ ജാഗ്രതയോടെ വരുന്ന ആ നരഭോജി കടുവയെ കണ്ടെത്തി. കടുവയുടെ ലക്ഷ്യം പോത്തായിരുന്നില്ല, പാറയുടെ മുകളിൽ നിന്നിരുന്ന കോർബറ്റ് തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്നു. മനുഷ്യന്റെ ശബ്ദവും തന്നെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനെയും കണ്ടപ്പോൾ ആ നരഭോജിക്ക് സംശയമായി കാണണം. അവൾ പതിയെ പുറകോട്ട് കാലുകൾ വെച്ച് തിരികെ ഓടി കുന്നിന് മുകളിൽ അപ്രത്യക്ഷയായി. കോർബറ്റ് ഈ ഒരു തോൽവി കൂടി അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവളുടെ പുറകെ പാഞ്ഞു. അവൾ കയറിയ കുന്നിലേക്ക് കയറിയിട്ട് അവിടെ ആകെ നിരീക്ഷിച്ചു. അപ്പോഴേക്കും ആ 2 സഹായികളും അവിടെ എത്തി. ദൂരെയായി ഒരു പക്ഷി പറന്നുയരുന്നത് കോർബറ്റ് കണ്ടു. അവൾ അവിടേക്കാണ് പോയിരിക്കുന്നത്. കോർബറ്റും സഹായികളും അങ്ങോട്ടേക്ക് ശ്രദ്ധയോടെ നടന്നു. കിളി പറന്നുയർന്ന മരത്തിന്റെ താഴെ എത്തിയ അവർക്ക് കടുവയുടെ മറ്റു സൂചനകളൊന്നും കണ്ടെത്താനായില്ല. കോർബറ്റ് താഴെയായി കണ്ട ഒരു പാറയിലൂടെ നിരങ്ങി ഒരു നിരപ്പായ സ്ഥലത്തേക്ക് ഊർന്നിറങ്ങി ചെന്നു, പുറകെ സഹായികളും. എന്നാൽ താഴെ എത്തിയ മാധവ് സിംഗ് കോർബറ്റിനോട് താൻ ആ കടുവയുടെ മുരളൽ കേട്ടു എന്ന് പറഞ്ഞു. കോർബറ്റിന് സംശയമായി. അദ്ദേഹം ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് ചിന്തിച്ച് ഒരു നിഗമനത്തിലെത്തി. ബുദ്ധിമതിയായ ഒരു കടുവയാണിവൾ. ശരിക്കും ഇപ്പോൾ നമ്മളല്ല അവളെ പിന്തുടരുന്നത്, അവൾ നമ്മളെയാണ്. വൃക്ഷച്ചുവട്ടിൽ വന്നതുവരെ അവൾക്ക് ഞങ്ങളെ കാണാമായിരുന്നു. എന്നാൽ ഞാൻ താഴേക്ക് നിരങ്ങിയിറങ്ങിയപ്പോൾ അവൾക്ക് എന്നിലുള്ള വീക്ഷണം നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ അസംതൃപ്തിയാണ് അവൾ കേൾപ്പിച്ചത്. അതായത് അവൾ എന്നെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നർത്ഥം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഇന്നു തന്നെ ഒരു തീരുമാനം അറിയുവാനാകും, കോർബറ്റ് സഹായികളോട് പതുക്കെ പറഞ്ഞു. അവർ മൂവരും പതുക്കെ പാറകൾക്കിടയിലൂടെ ഒരു നിരപ്പായ സ്ഥലത്തേക്ക് നീങ്ങി. അവരുടെ വലതുവശത്തായി കണ്ട പാറയ്ക്ക് 15 അടിയോളം ഉയരമുണ്ടായിരുന്നു. വലതുവശത്തുള്ള പാറയ്ക്ക് 40 അടിയോളവും. അവർ നടന്നുകൊണ്ടിരുന്ന ആ മണൽപാതയ്ക്ക് 10 അടി വീതി മാത്രമാണ് ഉണ്ടായിരുന്നത്. 40 അടി ദൂരെയായി ഒരു പാറക്കഷ്ണം ആ പാതയിലേക്ക് കടന്നു കയറി നിൽക്കുന്നു. മണലിൽ അവരുടെ പാതയടികൾ കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല. കോർബറ്റ് മുന്നിലായി നടന്നു. സഹായികൾ പാറകളുടെ മുകളിലേക്കും നിരീക്ഷിച്ചുകൊണ്ട് പതുക്കെ പുറകെയും. വീണ്ടും അവളുടെ മുരളലുകൾ കേൾക്കാത്തതിൽ കോർബറ്റ് സംശയാലുവായിരുന്നു. പാതയിലേക്ക് തള്ളി നിന്ന പാറയുള്ളതുകൊണ്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് അവിടം കടക്കുവാൻ കോർബറ്റിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തോക്ക് അദ്ദേഹം തോളിൽ തൂക്കിയിട്ടു. ശേഷം അദ്ദേഹം പാറയ്ക്കിടയിലൂടെ പതുക്കെ മറുവശമെത്തി. മറുവശത്തേക്ക് ചെരിഞ്ഞിറങ്ങിയ കോർബറ്റ് തൻ്റെ തോളുകൾക്കിടയിലൂടെ ആദ്യം നോക്കിയത് നരഭോജിയായ ആ പെൺകടുവയുടെ മുഖത്തേക്കായിരുന്നു. പ്രകൃതിയാൽ നിർമ്മിതമായ 20 അടിയോളം നീളവും 10 അടിയോളം വീതിയുമുള്ള ഒരു മണൽമെത്തയിൽ അവൾ കോർബറ്റിനെ തന്നെ നോക്കിക്കിടക്കുന്നു. മുൻകാലുകൾ നീട്ടിവെച്ച് തലയൽപ്പം ഉയർത്തിപ്പിടിച്ച് അവൾ തൻ്റെ രാജസന്നിധിയിലേക്ക് കോർബറ്റിനെ ക്ഷണിച്ചു. വെറും 8 അടി അകലത്തിലായി കിടക്കുന്ന കടുവയെ കണ്ട കോർബറ്റ് ഒരു പ്രതിമ കണക്കെ നിന്നുപോയി. അവളുടെ മുഖത്തെ പുഞ്ചിരി കോർബറ്റ് വ്യക്തമായി കണ്ടു. ഒരു വിജയിയുടെ ചിരി, ആത്മവിശ്വാസത്തോടെയുള്ള ചിരി. 2 ചിന്തകൾ കോർബറ്റിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. 1, ഞാനായിരിക്കണം ഫസ്റ്റ് മൂവ് എടുക്കേണ്ടത്. 2, ഒരു കാരണവശാലും കടുവയെ പരിഭ്രമയാക്കരുത്. കോർബറ്റിൻ്റെ തോളിലായിരുന്നു തോക്കുണ്ടായിരുന്നത്. കോർബറ്റ് സാവധാനത്തിൽ തോക്ക് തിരിച്ചെടുക്കുവാൻ തുടങ്ങി. കടുവയെ തീർക്കണമെങ്കിൽ തോക്കിൻ്റെ മസിൽ 3 തവണ വട്ടത്തിൽ കറക്കേണ്ടതായുണ്ട്. തോക്ക് സാവധാനത്തിൽ നേരെയാക്കി വളരെ പതുക്കെ കൈനീട്ടി മസിലിൽ കൈ തൊട്ടപ്പോൾ തോക്കിന് വലിയ ഭാരമുള്ളതായി കോർബറ്റിന് അനുഭവപ്പെട്ടു. കോർബറ്റ് മസിൽ കറക്കുവാൻ ആരംഭിച്ചു. കടുവ കോർബറ്റിനെ തന്നെ ഹൃദ്യമായ മുഖഭാവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കടുവയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മസിൽ കറക്കിക്കൊണ്ടിരുന്ന സമയത്ത് തൻ്റെ കൈകൾ തളർന്നു പോയോ എന്ന് പോലും കോർബറ്റ് സംശയിച്ചു. ഒടുവിൽ കോർബറ്റ് തോക്ക് മെല്ലെ ഉയർത്തി. കഴിവതും വേഗത്തിൽ തന്നെ കടുവയെ കോർബറ്റ് ലക്ഷ്യം വെച്ചു. ട്രിഗർ അമർന്നു. ആ വെടിയുച്ച ആ പാറകൾക്കും താഴ്വരകൾക്കും ഇടയിൽ വലിയൊരു പ്രതിധ്വനി ഉണ്ടാക്കി കടന്നുപോയി. കുറച്ചു നേരത്തേക്ക് കടുവ അനങ്ങിയില്ല. പിന്നീട് പതുക്കെ നീട്ടിവെച്ചിരുന്ന മുൻകാലുകളിലേക്ക് അവൾ അവളുടെ തല താഴ്ത്തിവെച്ചു. അതേസമയം അവളിൽ നിന്നും രക്തം മണലിലേക്ക് ചീറ്റി. ബുള്ളറ്റ് അവളുടെ നട്ടെല്ലിന് പരിക്കേൽപ്പിക്കുകയും അവളുടെ ഹൃദയം തകർക്കുകയും ചെയ്തിരുന്നു. കോർബറ്റിന്റെ പുറകെ വന്നിരുന്ന സഹായികൾ ആ പാറയ്ക്ക് പുറകിലായിരുന്നു. കോർബറ്റ് നിൽക്കുന്നതും തുടർന്നുള്ള പ്രവൃത്തികളും കണ്ട് അവർക്ക് കാര്യം മനസ്സിലാവുകയും അവിടെ തന്നെ നിശ്ചലരായി നിൽക്കുകയുമായിരുന്നു. വെടിയൊച്ച കേട്ട മാധവ് സിംഗ് മുന്നിലേക്ക് ഓടിക്കയറി വന്നു. കോർബറ്റിന് തൻ്റെ കാലുകൾ കുഴയുന്നതായി തോന്നി. തോക്ക് മാധവ് സിംഗിനെ ഏൽപ്പിച്ചിട്ട് അടുത്തായി കണ്ട ഒരു മരത്തിൽ പോയി അദ്ദേഹം ചാരിയിരുന്നു. അവളുടെ കാൽപ്പാടുകൾ പരിശോധിക്കേണ്ടതായി പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അതാ നരഭോജി പെൺകടുവയാണെന്ന് കോർബറ്റിന് ഉറപ്പായിരുന്നു.
അവൾ ആ കാടുകളിലൂടെ വിഹരിച്ചു നടന്ന സമയത്ത് 64ഓളം ആളുകളെ അവൾ ഇരയാക്കിയിരുന്നു. ഗ്രാമീണരുടെ കണക്കിൽ ഈ സംഖ്യ വളരെ കുറവാണ്. ആ പെൺകടുവയുടെ നഖങ്ങൾ പൊട്ടിയവയായിരുന്നു. അവളുടെ ഒരു കോമ്പല്ലും പൊട്ടിയിരുന്നു. ഈ കുറവുകളും പ്രായാധിക്യവും സ്വാഭാവികമായുള്ള അവളുടെ വേട്ടയാടലിനെ പ്രതികൂലമായി ബാധിച്ചതിനാലാണ് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനാവുന്ന മനുഷ്യരിലേക്ക് അവൾ ശ്രദ്ധ തിരിച്ചത്. കോർബറ്റിന്റെ സഹായികൾ തിരികെ ചെന്ന് പോത്തിനെ കെട്ടിയിരുന്ന കയറെടുത്തുകൊണ്ടുവന്നു. അവർക്ക് ആ കയറുകൾ കടുവയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിനായി ആയിരുന്നു അത്. ഗ്രാമത്തിൽ നിന്നും സഹായം തേടാമെന്ന് കോർബറ്റ് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സഹായികൾ അതിനു സമ്മതിച്ചില്ല. അവർ ആ ചൗഗ ടൈഗറിനെയും ചുമന്ന് ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങി. തികഞ്ഞ സംതൃപ്തിയാലും അത്യധികം സന്തോഷത്താലും ആ മൂവർ സംഘം കടുവയും ചുമന്ന് കെണിയായി കെട്ടിയിരുന്ന പോത്തിനെയും തെളിച്ചുകൊണ്ട് ഗ്രാമത്തോടടുക്കുമ്പോൾ പകൽ സൂര്യൻ അവർക്ക് മുകളിലായി തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു.